Assalamualaikum, good morning. Welcome back to your third chapter, Business Environment. Today we are going to discuss about various dimensions of business environment, economic environment in India, business environment at the time of independence, goals or objectives of development plans and economic reforms. ഈ 5 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ അതിൻ്റെ ചുറ്റുവട്ടത്തെ അതിൻ്റെ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ദി പെർഫോമൻസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രവൃത്തിയെ ബാധിക്കുന്ന എക്സ്റ്റേണൽ ഘടകങ്ങളാണ്, പുറമേയുള്ള ഘടകങ്ങളാണ് ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒന്നല്ല. But it will affect the performance of the business. Okay, let's move to the first topic. Dimensions of business environment. അതിനെ പറയുന്നത് ബിസിനസ് പരിസ്ഥിതിയുടെ മാനങ്ങൾ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ബിസിനസ് പരിസ്ഥിതിയുടെ മാനങ്ങൾ, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ആംഗിൾസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിൽ വരുന്നതാണ് ലീഗൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഈ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണിത്. ലീഗൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ. സോ ദർ ഈസ് 5 ഡയമെൻഷൻസ് ഫോർ ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിന് 5 മാനങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് ലെറ്റ്സ് സി വാട്ട് ഈസ് ലീഗൽ എൻവയോൺമെൻറ്റ്. എന്താണ് ലീഗൽ എൻവയോൺമെൻറ്റ് അഥവാ നിയമപരമായ പരിസ്ഥിതി? നിയമപരമായ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഗവൺമെൻറ് ഇതർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ ലെജിസ്ലേഷൻസ്, എല്ലാ നിയമനിർമ്മാണങ്ങളെയുമാണ് നിയമപരിസ്ഥിതിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്സ്, കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്, അതായത് കോടതി വിധികളുണ്ടാകും. അതുപോലെ മറ്റ് ഏജൻസീസ്, കമ്മീഷൻസ് ഒക്കെ എടുക്കുന്ന ഡെസിഷൻസ്, തീരുമാനങ്ങൾ, ഇവയൊക്കെയാണ് ഈ ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അപ്പോൾ ലീഗൽ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണങ്ങൾ ഓർ ലെജിസ്ലേഷൻസ്, മറ്റ് കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഈ ഏജൻസീസ്, അതുപോലെ തന്നെ കമ്മീഷൻസൊക്കെ എടുക്കുന്ന ഡിസ്കഷൻസ് ഓർ ഡെസിഷൻസ്, തീരുമാനങ്ങളൊക്കെയാണ് നിയമപരിസ്ഥിതിയിൽ ഉൾക്കൊള്ളുന്നത്. ഇതിനൊക്കെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഈ ആൽക്കഹോളിക് ബിവറേജ് പ്രൊഹിബിറ്റഡ് ആണെന്ന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ എഴുതി കാണിക്കും അല്ലേ. മദ്യത്തിൻ്റെ പരസ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ സിനിമയിലോ മറ്റ് ഏതെങ്കിലും പ്രോഗ്രാമിലോ ഒക്കെ ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു സീനുണ്ട് എങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടോ? ബിവറേജസിൻ്റെ, മദ്യത്തിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ, ഈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമം വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ബിവറേജിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ്, നടത്താൻ പാടില്ല, നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ സിഗരറ്റിൻ്റെ ഒക്കെ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുമ്പോൾ അതിലെഴുതി കാണിക്കും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് അല്ലേ. എന്താ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത് അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കും. അഡ്വർടൈസ്മെൻ്റൊക്കെ കൊടുക്കും, പക്ഷേ അതിൻ്റെ അടിയിൽ ഇങ്ങനൊരു സാധനം കൂടി എഴുതി കാണിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബേബി ഫുഡ്സ്. ബേബി ഫുഡ്സ് പലതരത്തിലും ഉണ്ട് അല്ലേ. ബേബി ഫുഡ്സ് കാണിക്കുമ്പോൾ അതിൽ പറയണം, എന്തുകൂടി പറയണം, മദേഴ്സ് മിൽക്ക് ഈസ് ദി ബെസ്റ്റ്, അമ്മയുടെ മുലപ്പാലാണ് നല്ലത് എന്നുള്ളത് അടിയിൽ എഴുതി കാണിക്കണം. So it is the rules or legislations, decisions taken by or rendered by the government. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, ഇതിനെയാണ് നമ്മൾ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് അടുത്ത എൻവയോൺമെൻറ്റിലേക്ക് പോവാലോ. ഇറ്റ് ഈസ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. This environment explains the features of the society. സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ സാമൂഹ്യ പരിസ്ഥിതിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അവരുടെ ട്രഡീഷൻസ്, വാല്യൂസ്, സോഷ്യൽ ട്രെൻഡ്സ്, എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെയാണ് ഈ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ പ്രധാനമായിട്ട് പറയുന്നത്. അവരുടെ കയ്യിൽ എന്തെല്ലാം ആചാരങ്ങളുണ്ട്, പാരമ്പര്യങ്ങൾ എന്തെല്ലാമാണ്, മൂല്യങ്ങൾ, സാമൂഹ്യ പ്രവണതകൾ, ഇതെല്ലാമാണ് സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നുണ്ടോ. ഇൻക്ലൂഡ്സ് സൊസൈറ്റി ഇൻ വിച്ച് ദി ബിസിനസ് വർക്ക്സ്, ലിറ്ററസി റേറ്റ്, കസ്റ്റംസ്, വാല്യൂസ്, ബിലീഫ്സ്, ലൈഫ് സ്റ്റൈൽസ്, ഇതൊക്കെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സാക്ഷരതാ നിരക്ക്. ബിലീവ്സ്, അവരുടെ വിശ്വാസങ്ങൾ. ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതികൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെയാണ് ഈ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ പ്രധാനമായിട്ട് വരുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടു. ഹെൽത്ത് അവെയർനെസ് ഹാസ് ഇൻക്രീസ്ഡ് ദി ഡിമാൻഡ് ഫോർ ജിംസ്, ലോ കലോറി ഫുഡ് പ്രോഡക്ട്സ്. അതായത് ഹെൽത്ത് അവെയർനെസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സൊസൈറ്റിയിൽ അവിടെ ജിമ്മ് കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ജിമ്മിൻ്റെ ബിസിനസ്സിന് കൂടുതൽ സാധ്യത വന്നു. ലോ കലോറി ഫുഡ് പ്രോഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയവർ അല്ലേ. സോ ഇറ്റ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സോഷ്യൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസാണ് അല്ലേ. ഇപ്പോൾ ഹെൽത്ത് അവെയർനെസ് വരുമ്പോൾ എൻ്റെ ആരോഗ്യം എനിക്ക് സംരക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ അവൻ ജിമ്മിൽ പോകാൻ തുടങ്ങും, ഫുഡിൻ്റെ കാര്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താ, ഓർഗാനിക് ഫുഡുകൾ കഴിക്കാൻ തുടങ്ങും അല്ലേ. അതുപോലെ തന്നെ ഓർഗാനിക് ഫുഡ് കഴിക്കാൻ തുടങ്ങും. ബോട്ടിൽഡ് വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഡിമാൻഡ് വരും. ഇതാണ് സോഷ്യൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് എൻവയോൺമെൻറ്റ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന ഇക്കണോമിക് ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് നാഷണൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, കോർപ്പറേറ്റ് പ്രോഫിറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, എംപ്ലോയ്മെൻറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ആൻഡ് ദി വാല്യൂ ഓഫ് റുപ്പി ആർ ദി മെയിൻ കമ്പോണൻറ്റ്സ്. അതായത് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ഒക്കെ പറയുന്ന കേട്ടിട്ടില്ല. പണപ്പെരുപ്പം സംഭവങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുന്നത്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുന്നത് ബിസിനസ്സിനെ ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഷെയർസൊക്കെ വിൽക്കപ്പെടുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഷെയർസ് ഓഫ് ദി കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് മേടിക്കുന്നതും വിൽക്കുന്നതും സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വാല്യൂ ഓഫ് റുപ്പി, അതായത് ഇപ്പോൾ ₹1 ഇന്ത്യൻ റുപ്പിക്ക് ഇത്ര രൂപ ഡോളറിൻ്റെ വാല്യൂ ഉണ്ട്, 65-75 റുപ്പീസ് ഡോളറിൻ്റെ വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, അതിനെയാണ് ₹1 മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇൻട്രസ്റ്റ് റേറ്റ് എഫക്റ്റ് ദി ഡിമാൻഡ് ഫോർ കാർസ് ആൻഡ് ഹോം ലോൺസ്. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ കൂടുതലും ഈ കാറ് വിൽപ്പനക്കാരെയും അതേപോലെ തന്നെ ഹൗസ് സെയിൽ ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലും ബാധിക്കുന്നത്. കാരണം ചീപ്പ് റേറ്റിന് നമുക്ക് ലോൺ കിട്ടുമ്പോൾ, ചീപ്പ് ഇൻട്രസ്റ്റിന് ലോൺ കിട്ടുകയാണെങ്കിൽ അത് പബ്ലിക് തീർച്ചയായിട്ടും ആ ലോൺ എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കും. എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ഹൗസ്, അതുപോലെ തന്നെ കാറ് പോലെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ബിസിനസ്സിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. വാട്ട് ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്? Technological environment includes
ഫോഴ്സസ് റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ് ഇന്നോവേഷൻസ്. സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സിനും ഇന്നോവേഷൻസിനും സഹായിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പുതിയ മെത്തേഡ് ഉപയോഗിക്കുക, പുതിയ ഉൽപ്പാദന രീതികൾ ഉപയോഗിക്കുക, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പുതിയ മെത്തേഡ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ആൻഡ് ദി പ്രൊഡക്ഷൻ ആൻഡ് ടെക്നിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ദി ബിസിനസ് ഇൻ എ ന്യൂ വേ. അതായത് ബിസിനസ്സിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ പുതിയൊരു കൂടുതൽ കപ്പാസിറ്റി ഉള്ള മെഷീനറി ഉപയോഗിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ ഇന്നോവേഷൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ബിസിനസ്സിൽ വരുന്നത്. ബിസിനസ്സിൽ ഇന്നോവേഷൻ വരുന്നത്, ഇംപ്രൂവ്മെൻറ്റ് വരുന്നത് പുറമേയുള്ള ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ താഴെ കൊടുത്തേക്കുന്നു. നോക്കിയേ, ഫിക്സഡ് ലൈനിൽ നിന്ന് നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ലാൻഡ് ലൈൻ അല്ലേ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആദ്യം നമ്മൾ ലെറ്റേഴ്സാണ് എഴുതിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ഇമെയിൽസാണ്. ഇറ്റ് ഈസ് എ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്. സാങ്കേതിക വിദ്യാപരമായ പരിസ്ഥിതിയിൽ നിന്നാണ് ബിസിനസ് ഈ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് എൻവയോൺമെൻറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പരിസ്ഥിതി. അതായത് അവിടെ റൂൾ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, ആ രാജ്യത്തിൻ്റെ പീസ്, എലക്റ്റഡ് ഗവൺമെൻറ്റിന് ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഏതൊക്കെയാണ്? ഗവൺമെൻറ്റിൻ്റെ സുസ്ഥിരത ഓർ സ്റ്റെബിലിറ്റി, രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം, പീസ് ഇൻ ദ കൺട്രി, ബിസിനസ്സിനോടുള്ള സർക്കാർ നയം തുടങ്ങിയ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതായത് ഗവൺമെൻറ്റിന് ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതായത് ഇപ്പോൾ ബിസിനസ് ഗവൺമെൻറ്റിന് കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ഗവൺമെൻറ്റിന് തോന്നാണ് നമ്മളുടെ GDP റേറ്റ് വർദ്ധിപ്പിക്കാൻ ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ബിസിനസ് വളരെയധികം സഹായിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും കൂടുതൽ സബ്സിഡീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും, പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യും, ഫണ്ട് പ്രൊവൈഡ് ചെയ്യും, ഗ്രാൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ബിസിനസ്സിന് ഫേവറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, നമ്മളുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ 5 വർഷം തോറും ഗവൺമെൻറ് മാറി മാറി വരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല, അടുത്ത 5 വർഷമാകുമ്പോൾ, അടുത്ത 6ാമത്തെ വർഷമാകുമ്പോൾ അടുത്ത ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ് പറയുന്നതും ടോട്ടലി ചേഞ്ച് ചെയ്യും അവർ നിയമങ്ങളെല്ലാം. അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഇപ്പോൾ സ്റ്റേബിൾ ഗവൺമെൻറ് ആണ് എങ്കിൽ പബ്ലിക്കിന് തൻ്റെ ബിസിനസ്സിൽ, നമ്മളുടെ ബിസിനസ്സിൽ ലോങ് ടേം പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം എന്താ, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ മാറാൻ സാധ്യതയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഫോറിനേഴ്സ് ആയിരിക്കും നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 5 വർഷം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ചിലപ്പോൾ അത് കുഴപ്പമില്ലാണ്ടിരിക്കാം, അതുമ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതൊക്കെ കുറവായിരിക്കാം നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ 6ാമത്തെ വർഷം വേറൊരു ഗവൺമെൻറ് വന്നിട്ട് വേറൊരു പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് ഇൻവെസ്റ്റർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള നിയമമാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടാകില്ല നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പുറമേയുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. ദിസ് ഈസ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 48 പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് മിസ്സ് പറഞ്ഞു, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, റുപ്പി വാല്യൂ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. GDP, GNP, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. വായിൽ പിടിച്ചാൽ കടിച്ചാൽ കിട്ടാത്ത സാധനം, അതാണ് ഈ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്ന മൊത്തം
ഫോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവ മാക്രോ ലെവൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, അത് ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ പഠിച്ചത്. ഈ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്ത്യയിലെ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഏതാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദി സ്റ്റേജ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഓഫ് ഇന്ത്യ ടുഡേ. ഇന്ത്യയുടെ ഇന്നത്തെ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ് ഡെവലപ്പിംഗ് കൺട്രി. അപ്പോൾ അത് തീർച്ചയായിട്ടും ബിസിനസ്സിനെ ബാധിക്കും, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും, ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഇക്കോണമിയാണ്, മിക്സഡ് ആണോ, ക്യാപിറ്റലാണോ, സോഷ്യലിസ്റ്റ് ആണോ എന്നുള്ളത്. നമ്മളുടെ കയ്യിൽ എന്താണ്, നമ്മളുടെ ഇക്കോണമി ഏതാണ്, മിക്സഡ് ഇക്കോണമിയാണ്, പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാട്ടോ. അതുപോലെ തന്നെ ഇക്കണോമിക് പോളിസീസ് ഏതൊക്കെയാണ്, സച്ച് ആസ് ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസ്ക്കൽ പോളിസി ഉണ്ട്. ഇതൊക്കെ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. ഇക്കണോമിക് ഇൻഡിസസുകളുണ്ട്, ഇക്കണോമിക് ഇൻഡിസസ് ദാറ്റ് ആർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, റേറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് GNP, റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. Then infrastructure such as financial institution, banks, transportation and communication facilities. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഏതൊക്കെയാണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കണം, ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു ബിസിനസ്. അതുപോലെ തന്നെ ഏത് ഇക്കോണമിയാണ് ഫോളോ ചെയ്യുന്നത്, മിശ്രിത ഇക്കോണമിയാണോ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണോ ഫോളോ ചെയ്യുന്നത് എന്ന് ബിസിനസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള നയങ്ങൾ, നിയമങ്ങൾ ഏതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നറിഞ്ഞിരിക്കണം ഗവൺമെൻറ്. വ്യവസായ നയം, ധനപരമായ നയം, നികുതി നയം തുടങ്ങിയവ. ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി. അതുപോലെ തന്നെ ഇക്കണോമിക് പ്ലാനിങ് ഉണ്ട് കേട്ടോ, അത് പറയാൻ പറഞ്ഞു. ഇക്കണോമിക് പ്ലാൻ ഇൻക്ലൂഡ്സ് 5-year പ്ലാൻസ്, ആനുവൽ ബജറ്റ്. ഇക്കണോമിക് പ്ലാനിങ്ങുകളില്ലേ, അതായത് പഞ്ചവത്സര പദ്ധതികൾ, അതായത് 5 വർഷം എത്തുമ്പോൾ പ്ലാനിങ് കമ്മീഷൻ ഇക്കണോമിക് പ്ലാൻസ് തയ്യാറാക്കും. അതുപോലെ തന്നെ ഓരോ വർഷത്തിൽ കൊണ്ടുവരുന്ന ബജറ്റുകൾ, റവന്യൂ എത്രയാണ്, എക്സ്പെൻസ് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബജറ്റുകൾ, ഇവയെല്ലാം പ്ലാനിങ്ങിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇക്കണോമിക് ഇൻഡിസസ്, സൂചികകൾ അല്ലേ, സൂചകങ്ങൾ അല്ലേ, ഇക്കണോമിക് സൂചകങ്ങൾ. അതായത് ദേശീയ വരുമാനം, അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ വിതരണം, GNP എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെയാണ് ഇക്കണോമിക് ഇൻഡിസസ് ഓർ സൂചകങ്ങളിൽ വരുന്നത്. ലാസ്റ്റ് പറഞ്ഞത് ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന ഘടകങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് തൻ്റെ ബിസിനസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് വേണം തുടങ്ങാൻ. അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് എത്ര പഴക്കമുള്ള ബിസിനസ് ആയാലും അപ് ടു ഡേറ്റ് ചെയ്യണം. ഇക്കോണമിയിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അത് നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, ഫേവറബിൾ ആണോ ഇൻഫേവറബിൾ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. ഓക്കെ. പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ ഇന്ത്യൻ ഇക്കോണമി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ നേച്ചറിലുള്ളതായിരുന്നു. അതായത് കുറേയധികം പേര് കർഷകരായിരുന്നു. അതുപോലെ തന്നെ കുറേ പേരും ജോലി ചെയ്തിരുന്നത് ഈ കാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അല്ലേ, കാർഷിക മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കുറേ അധികം പേരും ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ
ഇറാഷണൽ ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി ടെക്നോളജി വാസ് അഡോപ്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് യുക്തിപരമായിട്ടുള്ള അതുപോലെ തന്നെ ഉൽപ്പാദന എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു മെത്തേഡല്ല അവർ ഉപയോഗിച്ചിരുന്നത്. അവർക്ക് തോന്നിയ മെത്തേഡ് അല്ലെങ്കിൽ അവരുടെ കാരണവന്മാർ അവരുടെ പാരമ്പര്യം എന്താണ് കൊണ്ടുവന്നത് അതുപോലെ അതേ രീതിയിലാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അതായത് ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വളരെ പുവറായിരുന്നു. ഹൈ മൊറാലിറ്റി റേറ്റ്സ് ഉണ്ടായിരുന്നു. എന്താണ്, അധിക പേരും പകർച്ചവ്യാധികളും മറ്റും വന്നിട്ട് മരണനിരക്ക് കൂടുതലായിരുന്നു അന്ന് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന 5 കാര്യങ്ങളാണ് പറഞ്ഞത്. മേജർ ഗോൾ വാസ് ഒബ്ജക്റ്റീവ്. ഈ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു തീരുമാനം. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പലതരത്തിലുള്ള പ്ലാനുകളും ആസൂത്രണങ്ങളും കൊണ്ടുവന്നു. ഇത് എങ്ങനെ തരണം ചെയ്യാം? ഫസ്റ്റ് വണ്ണ് പറഞ്ഞത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കണം. പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കണം. അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയും ഇല്ലാതാക്കണം. തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യവും കുറക്കണം. ഓരോരുത്തരെയും സെൽഫ് റിലയൻ്റ് ആക്കണം. സെൽഫ് റിലയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൽഫ് റിലയൻ്റ് അതായത് സ്വയം പര്യാപ്തരാക്കണം. ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കണം. അവർക്ക് സ്വന്തം അധ്വാനിച്ച് കാശുണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് അവരെ മാറ്റണം. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് കൊണ്ടുവരണം. സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് കൊണ്ടുവരണം. ബേസിക് ഇൻഡസ്ട്രീസിൻ്റെയും ഹെവി ഇൻഡസ്ട്രീസിൻ്റെയും അല്ലേ, അഗ്രികൾച്ചർ മാത്രം ബന്ധപ്പെട്ട് പോയാൽ പോരാ, വലിയ വലിയ ഇൻഡസ്ട്രീസിലേക്ക് ഇവരെ കൊണ്ടുവരണം. അതുപോലെ തന്നെ വരുമാനവും വെൽത്തും, ദാറ്റ് മീൻസ് വരുമാനവും സ്വത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ, വിതരണം ചെയ്യുന്നതിലുള്ള ഇനീക്വാലിറ്റീസ് മാറ്റി നിർത്തണം. സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ്സ് അഡോപ്റ്റ് ചെയ്യണം. അതായത് സോഷ്യലിസ്റ്റ് രീതിയിലുള്ള വികസന നയം കൊണ്ടുവരണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്ലാൻസ് പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയത്, ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകൾ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ് പൂർണ്ണമായും പബ്ലിക് സെക്ടറിന് കൊടുത്തു. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുത്തു? പബ്ലിക് സെക്ടറിന് കൊടുത്തു. കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടല്ലോ, കൺസ്യൂമർ ഗുഡ്സ് മീൻസ് ഉപഭോക്തൃ സാധനങ്ങൾ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് സെക്ടറിനും അനുമതി കൊടുത്തു. ദെൻ മോർ റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾസ് ഇമ്പോസ്ഡ് ഓൺ ദി വർക്കിംഗ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലകൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും നിബന്ധനകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയത്. മേലെ പറഞ്ഞ 4 കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. 1991 ഇന്ത്യ ശരിക്കും കടത്തിലായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഉണ്ടായിരുന്നു. ഹൈ ഗവൺമെൻറ് ഡെഫിസിറ്റ് ആയിരുന്നു. റൈസിങ് ട്രെൻഡ് ഇൻ പ്രൈസസ്, പ്രോഡക്റ്റിൻ്റെ പ്രൈസുകളൊക്കെ കൂടാൻ തുടങ്ങിയിരുന്നു. 1991 കാര്യം കേട്ടോ മിസ് പറയുന്നത്. ഗവൺമെൻറ് വൻ കടത്തിലായിരുന്നു. ബാധ്യതകൾ കുറേ ഉണ്ടായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് വന്നു. അതായത് ഫോറിനിൽ നിന്നുള്ള പൈസ വരാതെയായി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു. കൂടുതലും ഇതിൽ പോയിൻറ്റ്സ് വേറെ കൂടുതലും മിസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ദെൻ ഇക്കണോമിക് റിഫോംസ്. ഇക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ്, ഇക്കണോമിക് റിഫോംസ് എന്നാൽ എന്താണ്? ഇക്കണോമിക് റിഫോംസ് പരിഷ്കാരങ്ങൾ അല്ലേ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് 1991 നമ്മളുടെ സ്വന്തം ഫിനാൻഷ്യൽ മിനിസ്റ്റർ മൻമോഹൻ സിംഗ് എന്ത് കൊണ്ടുവന്നത്? ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നത്. ഓർക്കണില്ലേ നിങ്ങൾ? ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 വന്നു. 5 ഇയർ പ്ലാൻ. ഓക്കെ.
ഇതാണ് ഇക്കണോമിക് റിഫോമിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇക്കണോമിക് റിഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഓൺസെറ്റ് എ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻ ജൂലൈ 1991 ബൈ ഡോക്ടർ മൻമോഹൻ സിംഗ്, ദി ഫിനാൻഷ്യൽ മിനിസ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.